പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 30-ാമത്തെ സങ്കീർത്തനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: എന്തെന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ, അവിടുത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. മറ്റേ സുവിശേഷത്തിൽ കർത്താവ് ഇങ്ങനെ കോപിക്കാതെ പിന്നാലെ നടന്ന് തിരികെ എടുക്കുന്ന 2-3 രംഗങ്ങൾ നമ്മൾ കാണും. 100 ആടുകൾ തനിക്കുണ്ടായിരിക്കെ അതിലൊരെണ്ണത്തെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ 99നെയും വിട്ടിട്ട് അതിനോട് കോപിക്കുകയോ അതിനെ വിട്ടുകളയുകയോ ചെയ്യാതെ ആജീവനാന്തം നിലനിൽക്കുന്ന അവിടുത്തെ പ്രസാദം കൊടുത്തുകൊണ്ട് ആ ആടിനെ തേടിയിറങ്ങുന്ന ഒരു ആട്ടിടയൻ്റെ കഥ നമ്മൾ കാണും. പിന്നീട് നാണയം നഷ്ടപ്പെട്ടു പോയ ഒരു സ്ത്രീ, തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് മുഴുവനും അടിച്ചു വാരി ആ നാണയത്തിന് വേണ്ടി അന്വേഷിക്കുന്നൊരു കാഴ്ച നമ്മൾ കാണും. വലിയൊരു ഉറപ്പാണ് സ്വർഗം തരണത്. കർത്താവ് എൻ്റെ പ്രസാദം ഇങ്ങനെ ആജീവനാന്തം നിലനിൽക്കുന്നുവെന്ന്, അവിടെ നിന്ന് നമ്മളെ എന്നേക്കുമായി തള്ളിക്കളയുകയില്ല എന്ന്. സങ്കീർത്തകൻ്റെ വിലാപം ഉണ്ടല്ലോ: കർത്താവെ, അങ്ങ് തെറ്റുകളെല്ലാം ഓർത്തിരുന്നാൽ, കുറ്റങ്ങളെല്ലാം അങ്ങ് ഓർത്തിരുന്നാൽ ആർക്ക് രക്ഷയുണ്ടാവും? എൻ്റെ പാപങ്ങളൊക്കെ അങ്ങ് കാലാകാലം ആജീവനാന്തം ഓർത്തിരുന്നാൽ ആർക്ക് രക്ഷയുണ്ടാവും? അതിനുള്ള ഉത്തരമാണ് നമുക്കിവിടെ കിട്ടുക. കർത്താവിൻ്റെ കോപമല്ല, നേരെ മറിച്ച് അവിടുത്തെ പ്രസാദമാണ് ആജീവനാന്തകാലം നിലനിൽക്കുന്നത്. നമ്മളുടെ ജീവിതത്തെ ഇതുപോലെ പ്രസാദിപ്പിക്കുന്ന ഒരു ഉറപ്പ്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: പിന്നെ നീ എന്തിനാണ് നിൻ്റെ സഹോദരനെ വിധിക്കുന്നത്? നീ എന്തിനാണ് നിൻ്റെ സഹോദരനെ നിന്ദിക്കുന്നത്? ദൈവം പൊറുക്കുന്ന വലിയ ഒരു ക്യാൻവാസ് കാണിച്ചു തന്നിട്ടാണ് ഈ ഒരു 1-ാം വായന നമുക്കൊന്ന് വായിച്ചെടുക്കേണ്ടത്. കർത്താവ് ഇത്രമാത്രം തെറ്റിപ്പോയിട്ടും നമ്മളെ പിന്നാലെ അന്വേഷിച്ചിറങ്ങുമ്പോൾ, കാണാതായിട്ടും നമുക്ക് വേണ്ടി അടിച്ചു വാരി അത്രയും തീക്ഷ്ണതയോടുകൂടെ നമ്മളെ തിരിച്ചു കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, നഷ്ടപ്പെട്ടു പോയൊരു സഹോദരനെ, ഒരു സഹോദരിയെ തിരിച്ചെടുക്കാനായി ശ്രമിക്കാതെ നമ്മൾ എന്തുകൊണ്ടാണ് അവരെ നിന്ദിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്തുകൊണ്ടാണ് അവരെ വിധിച്ചു കൊണ്ടിരിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ വീണ്ടും നമ്മളെ മറ്റൊരു ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്: നീ വിധിക്കുമ്പോൾ നിന്നെ തന്നെയാണ് നീ വിധിക്കുന്നത്, കാരണം അവൻ ചെയ്യുന്ന കാര്യങ്ങൾ നീയും ചെയ്യുന്നു. കരുണ കാണിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയവും ചേർന്ന് നിൽക്കുന്നുവെന്ന് വിശുദ്ധന്മാരൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്താണ് വേണ്ടതെന്ന് വചനം കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തരും. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി മാത്രം മരിക്കുന്നില്ല. ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു. ആകയാൽ ജീവിച്ചാലും മരിച്ചാലും നമ്മൾ കർത്താവിനുള്ളവരാണ്. ഈ നമ്മൾ എന്നുള്ള കാര്യം, വാക്ക് നമ്മൾ വിചാരിക്കുന്നത് നമ്മളെക്കുറിച്ച് മാത്രമാണ്. എല്ലാവരും ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരാണ്. അങ്ങനെ കർത്താവിനുള്ളവരാണെങ്കിൽ ഒരാൾ തെറ്റിൽപ്പെട്ടു പോയാൽ അവനെ ഇങ്ങനെ വിധിച്ച് മാറ്റി നിർത്താനായിട്ടല്ല വചനം നമ്മളെ പഠിപ്പിക്കണേ. അവനെ നിന്ദിച്ച് അവനെ എന്നേക്കുമായി ആ നാശക്കുഴിയിലേക്ക് വലിച്ചെറിയാനല്ല വചനം നമ്മളോട് പറയണേ. നേരെ മറിച്ച് 99നെയും മാറ്റി നിർത്തിയിട്ട് ആ നഷ്ടപ്പെട്ടു പോയ ഒന്നിനെ തേടി ഇറങ്ങുന്ന ഇടയൻ്റെ ആർദ്രതയോടുകൂടെ, 10 നാണയത്തിൽ 1 നഷ്ടപ്പെടുമ്പോൾ ആ നാണയത്തിന് വേണ്ടി വിളക്ക് കൊളുത്തി ഈ വീട് മുഴുവൻ അടിച്ചു പരതുന്ന ആ വീട്ടമ്മയുടെ ആ ഒരു തീക്ഷ്ണതയോടുകൂടെ, വലിയ ആഗ്രഹത്തോടുകൂടെ നഷ്ടപ്പെട്ടു പോയ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സ്നേഹത്തോടുകൂടെ തേടിയിറങ്ങണം. അവന് വേണ്ടി ചെയ്യാവുന്ന അത് എല്ലാം ചെയ്യണം. വിളക്ക് കൊളുത്തണം. അവനെ തിന്മയിൽ നിന്ന് തിരികെ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തേ പറ്റുള്ളൂ. കർത്താവ് അങ്ങനെ ചെയ്തെങ്കിൽ നമുക്കതാണ് ചെയ്യാനായിട്ടുള്ള നിയോഗം. നമ്മൾ അതല്ല ചെയ്യുന്നെങ്കിൽ, നമ്മൾ ഇതുപോലെ വചനത്തിൽ അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ വിധിക്കുകയും നിന്ദിക്കുകയും ചെയ്തുകൊണ്ട് അവരെ മാറ്റി നിർത്തുകയും എന്നേക്കുമായി അവരെ നാശത്തിലേക്ക് നിബന്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്രിസ്തുവിൻ്റെ വഴിയല്ല സഞ്ചരിക്കുന്നത്, നമ്മൾ ക്രിസ്തുവിനുള്ളവരല്ല എന്ന് നമുക്ക് മാറ്റി വായിക്കേണ്ടി വരും. തമ്പുരാനെ, ഞങ്ങളെല്ലാവരും നിൻ്റേതാണെന്ന്, നിനക്കുള്ളവരാണെന്ന്, ജീവിച്ചാലും മരിച്ചാലും ഞങ്ങൾ നിനക്കുള്ളവരാണെന്ന് ഓർമ്മപ്പെടുത്തലിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തെറ്റിപ്പോകുന്നവരെയും ഇടർച്ച വരുന്നവരെയും അങ്ങ് കരുതിയതുപോലെ കരുതാനും ചേർത്ത് പിടിക്കാനും വേണ്ട കൃപ തരണമേ എന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക.
നമ്മുടെ ഈ ഒരൊറ്റ വാക്കുകൊണ്ടും ചില ചേർത്ത് പിടിക്കലുകൾ കൊണ്ടും ചില പ്രോത്സാഹനങ്ങൾ കൊണ്ടും ഒന്ന് കുമ്പസാരക്കൂട്ടിലേക്ക് നിർബന്ധിച്ച് പറഞ്ഞയച്ചത് കൊണ്ടുമൊക്കെ എത്രയോ പേരാണ് കർത്താവിലേക്ക് തിരിച്ചു വന്നത്. അവരുടെ ജീവിതം എന്നേക്കുമായി ഒടുങ്ങിപ്പോകാമായിരുന്ന, തിന്മകളുടെ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചേക്കാമായിരുന്ന ചില മനുഷ്യര് എങ്ങനെയാണ് തിരിച്ചു വന്നതെന്നറിയണം. യജമാനനെ, ഈ 1 വർഷം കൂടെ ഈ ഒരു വൃക്ഷം ഇവിടെ നിന്നുകൊള്ളട്ടെ, ഞാൻ ചുവട് കിളച്ച് വളമിടാം, ചിലപ്പോൾ അത് ഫലം നൽകിയേക്കും എന്നുള്ള ക്ഷമയോടുകൂടെ, കരുതലോടുകൂടെ ആരൊക്കെയോ നമ്മൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെയും പ്രവർത്തിച്ചതിൻ്റെയും കരുണയോടുകൂടെ നമ്മളെ ചേർത്ത് പിടിച്ചതിൻ്റെയും ഫലമായിട്ട് നമ്മുടെ ശാഖകളിലെ ഫലം പടർന്നിട്ടുണ്ട്. നമ്മളങ്ങനെ ആർക്കൊക്കെയോ വേണ്ടി ചുവട് കിളച്ചതുകൊണ്ട്, വളമിട്ടതുകൊണ്ട് കുറച്ചു പേരെങ്കിലും കർത്താവിലേക്ക് തിരികെ വരാനായി, മടങ്ങി വരാനായിട്ട് നമ്മൾ കാരണക്കാരായിട്ടുണ്ട്. സുഹൃതമാണത്, മറന്നു പോകരുത്. ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരുവനെ ഇങ്ങനെ ദുഷ്ടൻ മരിക്കുന്നതിലല്ലോ, അവൻ മനസ്സ് തിരിഞ്ഞ് പശ്ചാത്തപിച്ച് തിരിച്ചു വരുന്നതിലല്ലേ ഞാൻ സന്തോഷിക്കുന്നതെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ തിരുമുൻപിൽ നിന്ന്, കർത്താവെ, ആ തിരിച്ചുവരവിന് ഞങ്ങൾ കാരണക്കാരായി തീരണമേ എന്ന് പ്രാർത്ഥിച്ച് അവരെ ഒരിക്കലും നാശത്തിലേക്ക് വലിച്ചെറിഞ്ഞ് കളയുന്ന, അവരെ നിന്ദിക്കുന്ന, അവരെ വിധിക്കുന്ന ഒരു മനോഭാവം ഞങ്ങളിൽ ഉളവെടുക്കാതിരിക്കട്ടെ എന്ന്, ഞങ്ങളിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ വലിയ കരുണയോടുകൂടെയുള്ള ആശീർവാദത്തിന് വേണ്ടി നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. തമ്പുരാൻ്റെ മനസ്സ് എന്നിലും നിറവേറട്ടെ എന്ന്, ആ മനസ്സോടുകൂടെ കൂടെയുള്ളവരുടെ കുറവുകളിലേക്ക് ഇടപെടാൻ ഞങ്ങൾക്ക് സാധിക്കട്ടെ എന്ന്, കരുണയോടുകൂടെ ഇടപെടാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈശോയുടെ ആശീർവാദം സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉറക്കം സ്വസ്ഥമാവണമെങ്കിൽ ഇടറിപ്പോയെന്ന് ഉറപ്പുള്ള ഒരാളെ വിളിച്ചൊന്ന് തിരിച്ചു വരാനായിട്ടുള്ള പരിശ്രമമെങ്കിലും നടത്തണം. ഇടറിപ്പോകുമെന്ന് തോന്നുന്ന ഒരാളെ വിളിച്ച് അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. നിസ്സാര കാര്യമല്ല. എൻ്റെ ഒരു ഫോൺ വിളി, എൻ്റെ ഒരു സന്ദർശനം രാത്രിയാണ് എങ്കിലും ഒരു കൂട്ടിരിപ്പ് ചില മനുഷ്യരെ ദൈവത്തിങ്കലേക്ക് തിരികെ കൊണ്ടുവരാൻ കാരണമായി തീർന്നാലോ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.